ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ പരിപാടി അതുപോലെ ഇറങ്ങുമ്പോൾ നമ്മളെ ടേബിൾക്ക് എത്തും. വെയിറ്റ് ചെയ്യണ്ട നമുക്ക് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് ഗൈസ് പുറത്താണ് എത്തിയിരിക്കുന്നത്. ഇമ്മാക്കും അമ്മാക്കും പെരീത്ത ഫുഡ് കഴിച്ചും അടുത്തോണ്ട് നമ്മൾ ഇന്ന് ഗൈസ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിക്കാണ്. നമ്മൾ ഇടയ്ക്കലുള്ള എന്താണ് ഇതിൻ്റെ പേരെന്താ ഗൈസ്? പ്രസ്റ്റീജിക്കാണ് ഗൈസ് നമ്മൾ വന്നുകൊടുക്കുന്നത്. എന്താണ് അമ്മമാക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? എന്താ ഫോട്ടോ എടുക്കാനാ? അല്ല ഇമ്മമാരോടല്ല, എനിക്ക് ഫോട്ടോ എടുക്കാനാ. സെൽഫിയാ മമ്മ ഇവിടെ. ഓക്കെ, ഞങ്ങൾ ഏട്ടനാനിമാരാ? ഇത് ഏട്ടത്തിൻ്റെ. ഓക്കെ, എൻ്റെ ഫാമിലി നിങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. നിങ്ങളെ ഫോളോവറാണ്. ഓക്കെ, ഫോളോ ചെയ്യും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാക്കും അമ്മാക്കും ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം എന്ത് കഴിക്കാനാണ്? പിസ്സ. അതായത് കുറെ കാലം കൊണ്ട് പറഞ്ഞു കേട്ടൊരു സാധനമാണെന്നാ പറഞ്ഞത്. അപ്പോൾ അത് വേണം എന്നൊരു തൊഴിലല്ല പറയണത്. അപ്പൊ മുന്നേ അതിന്റെ കൂട്ടത്തിൽ സപ്പോർട്ട് ആയിട്ട് ഒന്ന് അങ്ങനെ എടുത്തിട്ട് പൂവാറിട്ട് മുന്നേ അപ്പൊ അതുകൊണ്ട് കഴിച്ച് നമ്മള് പിസ്സ കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നിക്കാണ്. പിസ്സ മതിയോ അതോ വേറെ എന്തെങ്കിലും? പിസ്സ ഗൈസ്, ഇതാണ് പിസ്സ അറിയുന്ന സാധനം. ഇതന്നല്ലേ മുന്നേ? ഇതല്ലേ ഇവിടെ വരി. ഇതാണ് സാധനം. ഇങ്ങോട്ട് നോക്കി, ഇത് കാണണ്ടോ? കണ്ട ഒരു അപ്പം വായിക്കുള്ളൊരു സാധനമാണ്. പക്ഷെ സംഗതി അടിപൊളിയാണ്. വരി, ഇനി നമുക്ക് ആൾക്കാരോട് ചെന്നിട്ട് എവിടെ കാക്ക ഇരിക്കാല്ലേ സെറ്റ് ഓക്കെ ആയോ? ആണോ? അല്ല എടാ മോണ്ട എന്താണ് അന്റെ പേരെന്താണ്? ഹാജി. ഈ കടന്റെ മുതലാളിന്റെ മകനാണ് അല്ലേ? സെറ്റല്ലേ? നാണൊന്നും പാടില്ലടാ. വ്ളോഗൊക്കെ ഇങ്ങനെ തന്നെയല്ലേ സെറ്റ് ആവുക. എന്താ പറയണേ? ഫുഡ് എന്താ കഴിക്കാം? പിസ്സ കഴിക്കാനുള്ള ആഗ്രഹമായി എത്തിയത് പ്രസ്റ്റീജിൽ. പക്ഷേ പിസ്സ ഇല്ലല്ലോ. ഗ്യാസിന്റെ പ്രശ്നം കൊണ്ടില്ലേ ഗൈസ്? ഗ്യാസിന്റെ വലിയ ബുദ്ധിമുട്ട് കാരണം പിസ്സ ലീവാണ്. നാളെ മതിയോ? അല്ല, ഇന്നിപ്പോ വന്ന സ്ഥിതിക്ക് എന്താ കഴിക്കുക? എന്ത് ഇല്ല സാധനം എന്താക്കാ? എന്തല്ലേ ഉണ്ട്? ബ്രോസ്റ്റ് ഉണ്ട്, പിന്നെ ചൈനീസ് ഉണ്ട്, നോർത്ത് ഐറ്റംസ് ഉണ്ട്. ആണോ? എടാ മോണ്ട ബ്രോസ്റ്റ് ചൈനീസ് എന്തൊക്കെ ഉണ്ടല്ലോ. ചൈനീസ് എന്താ സാധനം? ചൈനീസ് പറഞ്ഞാൽ ബ്രോസ്റ്റ് വേറെ ഐറ്റം. ചൈനീസ് പറഞ്ഞാൽ നമ്മൾ ചൈനീസ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അതുപോലെ ചില്ലി ചിക്കൻ, ബട്ടർ ഗാർലിക്, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ചില്ലി ചിക്കൻ ഒക്കെ പറയുന്നുണ്ട്. നോക്കണോ? ട്രൈ ചെയ്ത് നോക്കണോ? എന്നാ കൺഫേം ആക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓല് ഓർഡർ ചെയ്താൽ അങ്ങനെ ഇതായിക്കോളൂ. എന്താ വെച്ചാൽ വെറൈറ്റി സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങൾ നിങ്ങളെ ഒരു മട്ടത്തിൽ എടുത്തോളി കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഒരു അഞ്ചാൾക്കാര് നിങ്ങൾക്കാണ് വിട്ട് നിൽക്കാണ്. ഉമ്മക്ക് എന്താ പറയല്ലേ ന്യൂസ്? നമ്മളൊന്നും അറിയില്ല. അപ്പൊ ഓല് പറയുന്ന സാധനം എന്താന്ന് നമ്മളോടല്ല. അല്ല, ഗ്യാസിന്റെ പ്രശ്നമായതുകൊണ്ട് എല്ലായിടത്തും കേസ് ഇതേമായി ബുദ്ധിമുട്ട്. നമുക്കറിയില്ലല്ലോ ഓരെന്താ തരുന്നിച്ചാല്. അപ്പൊ നമ്മള് ഓല് എന്തൊക്കെ ചൈനീസ് എന്തൊക്കെ പറഞ്ഞു. ഇനി അവിടുന്ന് കൊണ്ടുവന്ന വേറെ എന്തെങ്കിലും സാധനം ആക്കി തരാം. എന്താവോ എന്തായാലും അതല്ല, അതായത് അവിടുത്തെ വേറെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. അതാക്കി തരാം മിക്കവാറും. എന്തായാലും ഗൈസ്, നമ്മളെ സീറ്റ് ഇപ്പൊ പറഞ്ഞതാക്കണം ഇവിടെയാണ്. എടാ ഇത് കാട്ടി കൊടുത്താ ഗൈസ്. ഇതാണ് റൂം. നല്ല നമ്മൾ ഫാമിലിക്കായിട്ട് നല്ല സെറ്റപ്പ് റൂമിനോട് സെറ്റ് ചെയ്ത് തന്നത്. അപ്പം അവിടുത്തെ അതിൽ ആൾക്കാരുണ്ട്. അതൊന്നും ഒഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൽ കയറി കുത്തിരിക്കാൻ. അപ്പൊ പിന്നെ എന്നാ നമ്മൾ ഓർഡർ എടുത്ത സാധനം കൂടിയും വരും കൂടിയും ചെയ്യും. എനിക്കെന്താ പറയല്ലടാ? ഇനി കഴിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പിസ്സ തിന്നാനുള്ള ആഗ്രഹമായി നമ്മൾ ഇവിടെ വന്നായിരുന്നു. ഇവിടെ എത്തിയവിടെ നമുക്ക് മനസ്സിലായത് ഇവിടെ പിസ്സ അല്ലാന്ന്. അതായത്
അത് ഗ്യാസിന് മൂലമാണ്. ഇവിടെ വാ, ഞാൻ ഒരാട്ടം പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിനൊക്കെ കാരണം ഞാനാണ് കേട്ട് കൊണ്ടിരിച്ചതും ബോപ്പിച്ചൊക്കെ ലാസ്റ്റ് എന്റെ പഠിച്ച പെണ്ണല്ല അല്ല ഫസ്റ്റ് ചോദിച്ചത് എന്റെ കുട്ടികളാറോ അപ്പൊ ഓക്കെടാ. നമ്മളെ ഇരിക്കാല സെറ്റപ്പായി കഴിഞ്ഞാണ്. അവിടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാണ്. മമ്മ കഴിക്കാൻ പോയില്ലെന്നാ എന്നാ നടന്നോളി. ഇതാ ഈ ഒരു സംഭവമാണ്, ഈ ഒരു കൂടിന്റെ ഉള്ളിലേക്കാണ് കയറണേ. മമ്മ ഇതിനു മുമ്പ് ഇങ്ങോട്ട് വന്നോ? ഞാൻ ആദ്യമായിട്ട് വരുവാണ്. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം അല്ലേ? എന്നാ വരി, ഇതിനുള്ളിൽ കയറി വെക്കാം. ബടാ കമോൺ, ഇരിക്കി വലിച്ചിരുന്ന് കുത്തിരുന്നോളി. ഉമ്മ ഉമ്മ മുമ്പ് ഇങ്ങോട്ട് വന്നോ? ഫസ്റ്റ് ടൈമാ? മമ്മിയും ഇല്ലല്ലോ? എത്രാമത്താട്ടോ? ഞാൻ ഇല്ല ഒരു 10 ബാടാ. എന്താ അവിടെ പുറത്തേക്ക് ബാ വരി. അവിടെ ആ എന്താണ് മൈക്കില്ല അല്ല ഉമ്മ എന്താ പറഞ്ഞത്? ആദ്യമായിട്ട് വരികയാണ് പഠിക്കുന്നത്. ഉമ്മ ആദ്യമായിട്ടാണ് നമ്മള് ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ്. അന്നാ നോമ്പിന്റെ ടൈമിൽ ഇതിനൊക്കെ പോയിട്ടില്ലേ? അതിന്റെ ആ റോഡിന്റെ സൈഡിലെ അത് തൊട്ടപ്പുറത്ത് തന്നെ അവിടെയൊക്കെ നമ്മൾ പോയിക്കണേ. ഇവിടെ ആദ്യമായിട്ടാണ്. ഇവിടെ നമ്മൾ വന്ന് ഇച്ചുണ്ടാവും പറഞ്ഞിട്ടാണ് ഇപ്പം തിരിച്ചിട്ട്. പക്ഷെ സാറല്ല പോട്ടെ, നമുക്ക് വേറെ എന്തൊക്കെ ചൈനീസിന്റെ എന്തൊക്കെ സാധനങ്ങൾ പറഞ്ഞു മുന്നേ, അപ്പൊ അത് കഴിക്കാം. ആണോ ഗൈസ്, കാത്തിരിപ്പിന് വിരാമം കൊണ്ടുകൊണ്ട് നമ്മളുടെ ഇതിന്റെ പേരെന്താ അമ്മ? ഇതിന്റെ പേരെന്താ വെച്ചാൽ ഞാൻ ഇച്ചറിയില്ല മോനെ. എന്താ പേര്? ആ അത് കേങ്ങ് വെച്ച്. അതല്ല, ഞാൻ ഇതിന്റെ മൊത്തത്തിലേ ഞാൻ ചോദിച്ചു. നമ്മൾ നാളെ KFC പോയി തിന്നില്ലേ? പേര് അറിയില്ല. ബ്രോസ്റ്റ്. ബോസ്റ്റ് അല്ല, ബ്രോസ്റ്റ്. ബ്രോസ്റ്റ്. ആ ഓക്കെ, പറഞ്ഞു പഠിക്കണം. ഓക്കെ, ബ്രോസ്റ്റ്. ആ അതാണ് ബ്രോസ്റ്റ് ആണ് ഇതിന്റെ പേര്. നമുക്ക് ആദ്യം ബ്രോസ്റ്റ് എത്തിക്കണം. എടുത്തോ മമ്മ തിന്നൂലേ? തിന്നും. ഇത് മാത്രല്ല, ഇനി വേറെ സാധനങ്ങളും വരുന്നുണ്ട്. ജ്യൂസ് അല്ല ഇത്, എന്താ മൊട്ടൊക്കെ സെന്ററില് എന്തോ കാര്യമായിട്ട് എന്തോ സാധനമാണ്. ആണല്ലോ അറിയാട്ടോ. അത് തിന്നോക്കി. ഇതിന്റെ പേരെന്താണ്? അമേരിക്കൻ ചോപ്സോ. മൊട്ടന്റെ ഒരു കഷ്ണം കൂടി ഇടിക്കുക, അപ്പോഴേ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നീ ഒന്ന് എടുത്തോണ്ട് കജ്ജോണ്ട് എടുത്ത് തിന്നണേ, നമുക്ക് സ്പൂണൊന്നും വേണ്ട. ആ കജ്ജോണ്ട് എടുത്ത് തിന്നണേ. എങ്ങനെ ഉണ്ടാവട്ടെ? ഒരു കണ്ടല്ല, മൊത്തം എടുത്തോളൂ, ഒരു ഉരുളെടുത്തോളി. എന്നാ ഇത് കിട്ടിക്കണേ, ഈ വെള്ള സാധനം കിട്ടിയിട്ടില്ലല്ലോ. ഇതൊരു കറുമുറ വായിക്കുള്ള സാധനമാണ്. എന്നാ എല്ലാം കൂടി കൂട്ടിയാണ്ട് ഒരു ഉരുളാക്കിയാണ് തിന്നോണി അമ്മ. വേ എടുത്തോളി, തിന്നോളി. അത് ഇങ്ങനെ എടുത്തോളി, പോരെടുത്തോളി. രസമുണ്ടോ? രസമുണ്ട്, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അമേരിക്കൻ ചോപ്സ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് ഗൈസ്. ആ ഇവിടെ പോകുന്നുണ്ട് ഗൈസ്. പുകയിപ്പിച്ചാണ് എന്തോ ഒരു സാധനം കൊണ്ടുവന്നത്. ഇത് എന്താ സാധനം? എന്താ അല്ല അതല്ല. ആണോ? എന്താ മമ്മ എന്താ പറഞ്ഞത്? കജ്ജൊന്നും പൊള്ളൂല. അടുത്തത് തിന്നാ നോക്കാം. വെറൈറ്റി സാധനമാണ് പിന്നെ. ആ ഓക്കെ ഓക്കെ, വെറൈറ്റി സാധനമാണ്. ഉമ്മ ഒന്നും എടുത്തോണ്ട് തിന്നു നോക്കി നോക്കാം. എന്നാ ആദ്യം ഒരാൾ തിന്നി. ആരാദ്യം കഴിക്കണേ? മുന്ന എന്താ അവസ്ഥ? ആ എലിയും കൂട്ടിട്ടല്ലേ? പൊള്ളില്ലേ? അങ്ങനെ തിന്നിട്ട് വന്നിട്ട് എന്നാ അമ്മമ്മ അത് തിന്നിട്ട് കടിച്ചാണി. രസമുണ്ടോ? നല്ല രസമുണ്ട്. അതെന്താ അറിയോ സാധനം?
കടിച്ചിട്ടെന്താ തോന്നണേ? ഇറച്ചി. ആ അതിനെ ഇതാണ് മറ്റേ പോത്താണത്. പോത്തിറച്ചി കൊണ്ടല്ലോ എന്തോ പരിപാടിയാണ്. അതിനെ ബീഫല്ലേ? ഇമ്മ തിന്നോക്കി. ഓ അത് മറ്റേ ഇതവണ സൗണ്ടാണ് കേൾക്കണേ. എടുത്ത് തിന്നോളി, പള്ളടച്ചെടുത്ത് തിന്നോളി. മതി 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 മതി. മമ്മക്ക് വേണഞ്ഞി മുന്നേ കടി കൊടുത്താ ആ എലിയിൽ ചുട്ടിട്ട് മുന്നേക്ക് പാസ്സായതാണ്. അത് താഴെ മറ്റേന്നല്ലേ? ആ എടാ അത് ചുട്ട് ആ ചട്ടിയല്ലേ? എന്താ അവസ്ഥ പറേ? പൊള്ളിയതാണോ? കരിഞ്ഞ എഫക്റ്റ് ഉണ്ടോ? കരിയണീന് മുമ്പ് നടപ്പല്ലേ? ആ കരിയണീന് മുമ്പ് ആ ഇല എന്നാ പാടില്ല തോന്നിച്ച്. ആ ഒരു ഡെക്കറേഷൻ കൊടുത്ത ഇലക്കീരോ അല്ലേ? ക്യാബേജ് ആണ്. കോളിഫ്ലവർ അല്ലേ ക്യാബേജ്? ആ അതന്നെയാണ്. ഈ ഇല എന്താ? ഇതെന്താ ക്യാബേജ് ആണോ? ആ അതന്നെ അത് പറഞ്ഞേ. ആ ഇത് ഇതാണ് ഇത് വേറെന്താ സാധനമാണ്? നമ്മളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മുന്നേന്റെ അനിയന്മാരും കുടുംബക്കാരും എല്ലാരും കൂടി കയറി വന്നത്. നിങ്ങള് മുന്നേന്റെ ആരും അമ്മായിയോ? മുന്നേന്റെ അമ്മായിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. നിങ്ങളെ പേരെവിടെ? അമ്മായി. ആ എന്നെ പേരെവിടെ നിങ്ങളത്? എവിടെ? ചുങ്കത്ര. അപ്പൊ നമ്മളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ അതിൽ ഏതോ ഒരു കൂട്ടാ ചങ്ങായി ഞങ്ങളെ കണ്ടു. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് കഴി കണ്ടോ ആ മുല്ലേന്റെ അതേ പൊട്ടി തെറുപ്പുണ്ടോ എനിക്ക്? എല്ലാം കണ്ടില്ലേ കൈസ്? മുന്നേന്റെ മായിക്കണേ എല്ലാം പൊട്ടി തെറിച്ചിട്ടാ. കുടുങ്ങിക്കണേ ജൂനിയർ മുന്നകൾ. ജൂനിയറിനല്ലേ പറയാ? ഇപ്പൊ എന്താ പറയാ ഉണ്ടായി കഴിച്ചു? ഒരു വെടിയും പോയി കഴിഞ്ഞ മൈക്കാണ് ഇവിടെ ഉണ്ടായപ്പോ. എന്ത് മതി ബാക്കി പാർസലാക്കാം. ശരിയല്ലേ കഴിച്ചു? ആദ്യമായിട്ടാ കഴിച്ചു ഇത്രയും സാധനങ്ങൾ മേശപ്പുറത്ത് ഇങ്ങനെ നിന്നിട്ട് ഞങ്ങൾ തിന്ന. സത്യം അല്ലേ? ഇതിനു മുമ്പ് തിന്നില്ലോ കല്യാണത്തിനല്ലാതെ? അല്ല ഞാൻ ഉദ്ദേശിച്ചത് ടേബിളിൽ ചോറും മറ്റേ മസാല ചെറുതല്ലേ? ഫുഡൊക്കെ കഴിച്ചു എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ആദ്യമായിട്ട് നമ്മളിവിടെ നമ്മളെ ഇടയ്ക്കല നമ്മളെ നാട്ടിൽ തന്നെ ഇടയ്ക്കല്ല പ്രസ്റ്റീജിക്കാണ് ഫുഡ് കഴിക്കാൻ വന്നത് അല്ലേ? സംഭവം സെറ്റായി. ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. നല്ല വെറൈറ്റി സാധനം നമ്മൾ ആദ്യമായിട്ട് കാണും. തിന്നും ചെയ്യാല്ലേ? എന്തായാലും തിരിച്ചോട്ടെ. എന്താണ് എന്താ വർത്താനോ? സുഖല്ലേ? സിപ്പപ്പൊക്കെ ഞങ്ങൾ വിളിച്ചു പോകണം. സിപ്പപ്പ ലൈസല്ലേ? ഫുഡ് കഴിച്ചില്ലേ ഞങ്ങള്? പോട്ടെ എന്നാ ഞങ്ങള് പോട്ടെ. ഓക്കെ എന്നാ ചേട്ടോ മുന്നേ വാ പോന്നാ. ആ
അല്ലാ ആരപ്പത് സുഖാണോ? ആ പോട്ടെന്നാ ചേട്ടാ ചേട്ടാ പോലെ വണ്ടി കയറും കുട്ടികളെ പോയിരുന്നേ ഞങ്ങളപ്പോ പോട്ടെന്നാ ടാറ്റ ടാറ്റ ഓക്കെ ടാറ്റ. മനസ്സിലായില്ലേ? അറിഞ്ഞു അറിയല്ലേ? ഞങ്ങൾ പോട്ടോ കാണലുണ്ടോ? കാണലില്ലേ? ഓ എന്നായിക്കോട്ടോ പോയിട്ടോ ടാറ്റാ. വരുമോ ഇനി ഗൈസ് നമുക്ക് നേരെ പെരി പോയോട്ടെ. കുറച്ച് സാധനങ്ങൾ ഇതാക്കണം, ഫുഡ് ഐറ്റംസുകൾ ബാക്കിയുണ്ട്. അത് നമ്മൾ പാർസൽ പെരിക്ക് കൊണ്ടുപോവാണ്. കാരണം പെരിയിൽ ഫുഡും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലല്ലോ അമ്മ. ഇല്ല എന്താ കഴിഞ്ഞ് വെക്കാന്ന് ചോദിച്ചാ അരിയുണ്ട് വെക്കണൊക്കെ പറഞ്ഞിങ്ങനെ നിന്നാണ്ട് പിന്നെ അങ്ങനെ പോയിട്ട് ഫുഡ് കഴിച്ചാണ് നെല്ലോട്ടോളായി. അപ്പൊ ഇതിന് ഉമ്മ ചെറുതായിട്ട് തെറ്റി. അപ്പൊ ഉമ്മയുടെ പണക്കം മാറ്റാൻ വേണ്ടി കഴിച്ച് നമ്മള് ഇതാക്കണേ ഇങ്ങോട്ട് വന്നതാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. മുന്നേ എന്താ ഫുഡിന്റെ അഭിപ്രായം? ഫുഡ് നല്ല അടിപൊളിയാണ്, നല്ല ഒരു സർവീസ് ഒക്കെ അടിപൊളിയാട്ടോ. നല്ല പ്രൈവസി ആയിട്ട് ഇരിക്കാൻ പറ്റില്ലേ? യാതൊരു കുഴപ്പമില്ല, നല്ല ഉഷാറ് ഫുഡ്. ചെക്കന്മാരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് സംഗതി സെറ്റായി. നമുക്ക് അതിന്റെ ഉള്ളിൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല അമ്മ. അങ്ങനല്ലേ? എന്നാ ഞാൻ നേരെ പെരി പോലെ വേറെ എന്താ പരിപാടി ഒന്നുമില്ലല്ലോ? കൊറേ നേരം നമ്മൾ വന്നിട്ട് ആ അതന്നെ പറഞ്ഞേ. നമ്മൾ ഏകദേശം എത്ര മണിക്ക് ഇറങ്ങിയത് പെരിന്ന്? നമ്മള് ഒരു 6 മണി ആയിട്ടില്ല, 6:30 ടൈമൊക്കെ ആയില്ലേ? അപ്പൊ ഇറങ്ങിയാണ് ഗൈസ്. എവിടെ ഗൈസ്? ആകെ തലങ്ങും വരുന്നു, ആകെ കയ്യും കാലും ഒക്കെ കാട്ടിലാണ്. ഒരു വട്ട് വെട്ടിയതാ. എന്നാ ഗൈസ് നമുക്ക് നേരെ പെരി പോവാൻ നോക്കാം. ഞാൻ അവിടെ എത്തിയിട്ട് ഇതാക്കല്ലേ അല്ലേ മോണ്ടാ? ഓക്കെ കഴിഞ്ഞില്ലേ? എന്താ കൊറേ ഉണ്ടത്? നമുക്കും കൊണ്ടുവന്നാല് കുറച്ചേ തരുവോ? എന്നാ കൊണ്ടാ. ഞാൻ വെറുതെ പറഞ്ഞ നല്ല സ്നേഹമുള്ള കുട്ടിയാണ് ഗൈസ്. ഞങ്ങൾ പോട്ടെന്നാ. ഓക്കെടാ ടാറ്റ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓ പോലെന്നാ തണുപ്പത്തിട്ടല്ലോ സാധനം കൊടുത്തിട്ടില്ലേ? മമ്മ 2 തട്ടൊക്കെയാണ് കൈ പിടിച്ചു. 2 തട്ട വണ്ടിമ പോകുമ്പോഴേ ഈ തട്ട ഇങ്ങനെ പാറും, മുടിയൊക്കെ പുറത്താണ്. അപ്പൊ സേഫ്റ്റിക്ക് വേണ്ടിട്ടല്ലേ? അപ്പൊ അതിങ്ങനെ ഇട്ടാല് ഇങ്ങനെ പിടിച്ചു, ഞാൻ ഇങ്ങനെ പിടിച്ചു പ്രൊട്ടക്ഷൻ. അപ്പൊ പാറൂല. അപ്പൊ പാറൂല, പറഞ്ഞാ മതി. പോവാ. അപ്പൊ ഗൈസ് നമ്മളെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതൊരു എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇനി ഗൈസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇടക്കര പ്രസ്റ്റീജ് കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഓക്കെ അതിൽ കൊടുത്തു നോക്കാം. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. എല്ലാവരും അസ്സലാമു അലൈക്കും പറയണം നീട്ടിയിട്ട്. എല്ലാവരോടും പറയും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയും. സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ എല്ലാവരോടും സപ്പോർട്ടാ. അപ്പൊ എല്ലാവർക്കും സപ്പോർട്ടാ അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ. ആ ഓക്കെ. അപ്പൊ അസ്സലാമു അലൈക്കും. ഹജ്ജുണ്ടോ? കിട്ടി പോട്ടെ. ഓക്കെ ഗൈസ്.